ഹായ് ആൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈന്തും അതുപോലെ ബീഫും വെച്ചിട്ടുള്ള ഈന്ത് പിടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബീഫിൻ്റെ കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബീഫ് ആയതുകൊണ്ട് തന്നെ മല്ലിപ്പൊടിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അരച്ചിട്ടുള്ള പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളും ബീഫും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരാനായിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബീഫാകുമ്പോൾ വെന്ത് വരുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങി വരും. പക്ഷേ കുറച്ച് കറിക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ട് തന്നെ വെള്ളം ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബീഫ് വേകുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. കറി റെഡിയാക്കുന്ന സമയം കൊണ്ട് നമുക്കിനി ഈന്തിൻ്റെ പിടി റെഡിയാക്കിയിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ പത്തിരിക്കൊക്കെ വെള്ളം വെച്ച് വഴറ്റുന്ന പോലെയാണ് കേട്ടോ ഇതും വാട്ടിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുന്ന സെയിം മെത്തേഡിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു സംഭവം, ഈന്തിൻ്റെ പൊടി. അപ്പോൾ നമുക്കിത് നാട്ടിൽ നിന്ന് ഉമ്മാൻ്റെ കസിന് കൊടുത്തയച്ചിട്ടുള്ള ഈന്ത് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വാട്ടി ഈ ഒരു പരിവ് അയച്ച് വന്നാൽ നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചൂടാറിച്ച് വേണം കേട്ടോ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഒരു പരന്നിട്ടുള്ള പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും, അതുപോലെ തന്നെ ഒരു 7 ചെറിയ ഉള്ളിയും, കുറച്ച് കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അങ്ങനെ വറുത്തെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ തേങ്ങയ്ക്ക് കരിഞ്ഞു പോകാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ ചെറിയ തീയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി 2-3 മിനിറ്റും കൂടി ഇങ്ങനെ വറുത്തെടുത്താൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ റെഡിയായി വന്നിട്ടുള്ള തേങ്ങ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതിൻ്റെ പകുതി നമുക്ക് അരച്ചിട്ടെടുക്കാം. പകുതി നമ്മളിതാ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേനും നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈന്തിൻ്റെ പൊടി നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതാ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഷേപ്പിന് വരും. അങ്ങനെ വേണം കേട്ടോ നമ്മളിതെല്ലാം ചെയ്തെടുക്കാനായിട്ട്. വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കരുത്, കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് പൊടിയും ഇതുപോലെ ഈ ഒരു ഷേപ്പിനാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പൊടികളും നമ്മൾ ഈ ഒരു ഷേപ്പിനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ അങ്ങനെ കാണാൻ. എല്ലാം ഒരേ വലുപ്പത്തിൽ ഒരേ ഷേപ്പിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മളിത് വാട്ടി ഒരു ഹാഫ് കുക്കാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടി ഒന്ന് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ടൊന്ന് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈന്തിൻ്റെ പിടി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കുക. ഒന്ന് നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കിത് അടിയിൽ പിടിക്കുകയോ പൊട്ടിപ്പോവോ ഒന്നും ചെയ്തിട്ടില്ല. ചില ആളുകളൊക്കെ ഇങ്ങനെ ആവിയിൽ വെച്ചിട്ട് വേവിക്കുന്നൊക്കെ കാണാം. പക്ഷേ എനിക്ക് കൂടുതലും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. വീഡിയോ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ വെള്ളത്തിൽ നിന്ന് ഇതൊന്ന് ഊറ്റിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ കറി റെഡിയായി വന്ന സമയത്ത് നമ്മളിതാ ഇതുപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഈ ഒരു പാനിലാണ് കേട്ടോ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പിടിയാണിത്. നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തിളച്ച് വന്നിട്ടുള്ള കറിയിലേക്ക് ഈ ഒരു പിടിയാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഹറിവറി ആയിട്ടൊന്നും ചെയ്യേണ്ട, സ്ലോലി ചെയ്താൽ മതി.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള തേങ്ങേൻ്റെ മിക്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മിക്സിൽ കിടന്നിട്ട് വേണം ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വറ്റി വരാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു തേങ്ങയും എല്ലാം കൂടി വറുത്തരച്ചിട്ട് ഇങ്ങനെ പിടി ഉണ്ടാക്കുന്ന സമയത്ത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് രണ്ട് തിളച്ചിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വറുത്ത തേങ്ങേൻ്റെ കുറച്ച് ഭാഗം, അതും കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും ഡ്രൈ ആയാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഒന്ന് വറവിട്ടിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ പിടിയിലേക്ക് ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പം മുന്നേ നമ്മളുടെ ചാനലിൽ അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ പിടി ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ.